വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 2 ടയർ വെഡ്ഡിംഗ് കേക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഓവനില്ലാതെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ച് ഒന്ന് മാറ്റി വെക്കാം. ഒന്നുകിൽ 2-3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള എഗ്ഗ് ബീറ്റ് ചെയ്യണം. ഞാനിവിടെ 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ബീറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇത് മീഡിയം ബൗളിൽ കൊള്ളില്ലാത്തത് കൊണ്ട് ഒരു ലാർജ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. 2-3 തവണയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒന്നാകെ ഒറ്റ തവണയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗ് പെട്ടെന്ന് താഴ്ന്നു പോവും. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് സൈഡിലൂടെ ആയിട്ട് ഈ മൈദ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 2 പാനിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 8 ഇഞ്ചിൻ്റെ പാനും ഒരു 6 ഇഞ്ചിൻ്റെ പാനും. അപ്പോൾ രണ്ടിലും ഈക്വൽ ആയിട്ട് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഈക്വൽ അല്ല, അളവ് രണ്ടിലും ഈക്വലായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. രണ്ടിൻ്റെയും ഒരു അരഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു അലൂമിനിയത്തിൻ്റെ ചെമ്പ് ഒരു തട്ട് വെച്ച് 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് ഞാൻ ഈ 2 മോൾഡും വെച്ച് കൊടുക്കുന്നത്. ആദ്യം വലിയ മോൾഡ് വെച്ച് അതിനെ ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ മോൾഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടിയിലുള്ള മോൾഡിലുള്ളത് 35 മിനിറ്റിൽ ബേക്കായിട്ട് വരും. മുകളിലുള്ളത് നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ ബേക്ക് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ 2 പാത്രത്തിലായിട്ട് അങ്ങനെ തന്നെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഡയറക്റ്റ് സോസ് പാനിലോ പ്രഷർ കുക്കറിനകത്തോ ചെയ്തെടുക്കാം. 5 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെയും പ്രഷർ കുക്കറിനകത്തായിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് ഒന്ന് വിപ്പാക്കി എടുത്താൽ മതി. ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നത് വരെ വിപ്പ് ചെയ്തെടുക്കുക. വിപ്പായിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും വിപ്പ് ചെയ്ത് കളയരുത്, അപ്പോൾ ക്രീം മെൽട്ടായിട്ട് പോകും. റിച്ച് ക്രീമിൻ്റെ ഗോൾഡ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന നോൺ ഡയറി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ വിപ്പ് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. 35 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരണം. അതിന് ശേഷം നമുക്കിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ഉണ്ടാക്കിയതും ഞാനിപ്പോൾ ഇവിടെ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും തണുത്ത് വരട്ടെ. ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതല്ലെങ്കിൽ പഞ്ചസാരയും വെള്ളമായിട്ട് തിളപ്പിച്ചെടുത്താലും മതി. 1/4 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എക്സ്ട്രാ മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി കേക്ക് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഫസ്റ്റ് ലെയർ നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക. കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നനവ് അറിയുന്ന അത്രയും നനച്ച് കൊടുക്കണം, എന്നാലേ കേക്കിന് സോഫ്റ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസിങ് വെച്ച് കൊടുക്കാം. മിഡിലുള്ള ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് 100ൻ്റെ 34 എന്നുള്ള ടിപ്പാണ് എടുത്തിട്ടുള്ളത്. വിൽട്ടൻ്റെ 789 എന്ന് പറയുന്ന സെയിം ടിപ്പാണിതും. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ചിട്ട് വീണ്ടും കോട്ടിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കേക്ക് മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്ക് ഐസിങ് ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സൈഡും അതുപോലെ മുകൾ ഭാഗവും ഒക്കെ നല്ലതുപോലെ സ്മൂത്താക്കി എടുക്കാം. ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സൈഡും ചെയ്ത് കൊടുക്കുക. എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കുക. ഓരോരുത്തരെ കൊണ്ടും പറ്റുന്ന മാക്സിമം ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ 6 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് നനച്ച് കൊടുക്കുക. അതിന് ശേഷം ക്രീം വെച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയർ വെക്കുക. എന്നിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതല്ലാതെ ഇതിന് ഇത് താഴ്ന്നു പോവാതിരിക്കാനായിട്ട് മിഡിലിൽ ഇതിന് സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അത് പിന്നീട് ഒരിക്കൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ബേസ് വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിൾ ഐസിംഗ് ആണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെയും സൈഡും അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ നന്നായി തന്നെ കവർ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ 1.5 കിലോ വരുന്ന ഒരു കേക്കാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. 2 കേക്കും കൂടെ ഐസിങ് എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ 1.5 കിലോ ആണ് വരുന്നത്. ഇപ്പം ഞാൻ ഈ 2 കേക്കും ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഡെക്കറേഷൻസൊക്കെ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ വിൽട്ടൻ്റെ 104 എന്നുള്ള ടിപ്പാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പെറ്റൽ ടിപ്പ് തന്നെ നമ്മൾ റോസൊക്കെ വരയ്ക്കാൻ എടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഞാനൊരു ഫ്ലവർ വരയ്ക്കുന്നുണ്ട്. പിയോണിയാണ് വരയ്ക്കുന്നത്, റോസ് അല്ല. കുറച്ച് റോസ് പോലെ തന്നെയാണ് ഉണ്ടാവുക, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ഉള്ളിലേക്ക് ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. ഏത് ഫ്ലവർ വേണമെങ്കിലും വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തും എടുക്കാം. ഇനി ഞാൻ ഇതിനൊന്ന് കളർ ചെയ്യാണ്. സ്പ്രേ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കളർ മിസ്റ്റിൻ്റെ സ്പ്രേ കളറാണ്. ഇതിന് വാങ്ങിക്കാൻ 180 റുപ്പീസ് മറ്റോ ആയിരുന്നു വില. എനിക്കിപ്പോൾ ഓർമ്മയില്ല കറക്റ്റ്. ഇനി ഇത് ഈ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതുപോലെ ഈ 2 എണ്ണത്തിൻ്റെ ഈ മിഡിലായിട്ട് ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് അതിൻ്റെ അടിയിൽ നല്ലതുപോലെ ക്രീം വെച്ച് കൊടുക്കണം. ഇനി അതുപോലെ ഈ ബോട്ടം സൈഡിലും ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ വെച്ചപ്പോൾ അതൊന്ന് മറിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് നേരാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡർ വരച്ച് കൊടുക്കണം. ഞാൻ ചെറിയ വിൽട്ടൻ്റെ 1 ടിപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ പേൾസ് പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. ഇനി നമുക്കൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമ്മൾ ഷെൽ ബോർഡർ വരയ്ക്കുന്നില്ലേ, അതുപോലെ താഴേക്കും ഒരു വശത്തുനിന്ന് താഴേക്ക്, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തുനിന്ന് താഴേക്ക്, എന്നിട്ട് മുകളിൽ നിന്ന് 2 എണ്ണത്തിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു 2 ടയർ കേക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ അതിനായിട്ട് കാണിച്ചതാണ്. പിന്നെ ഇതൊരു ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കട്ട് ചെയ്യാതിരുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.